സാർ, താനിങ്ങനെ സമരം കളിച്ച് നടന്നാലേ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്ത് തീർക്കാനാ? സാർ ഞാൻ അതിന് മാത്രം ദിവസം ലീവ് ഒന്നും എടുത്തില്ലല്ലോ. ഞാൻ എൻ്റെ പണി മുഴുവൻ ചെയ്ത് തീർത്തിട്ടാ ലീവ് എടുത്തത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടല്ല സമരം ചെയ്തത്. തനിക്ക് ഞാനോ സർക്കാർ NOC വല്ലതും തന്നിട്ടുണ്ടോ? മൈസൂരാനെ ഭരണപക്ഷ പാർട്ടിക്കാരനാ, അത് താൻ മറക്കരുത്. ഓ, അപ്പൊ അതാണ് കാര്യം. തനിക്ക് ലോകം നന്നാക്കണമെങ്കിലേ അത് ഇവിടെ എന്തുകൊണ്ട് പറ്റത്തില്ല? തനിക്ക് കൃഷി വകുപ്പിലാ ജോലി. സാറ് കേരളത്തിലെ സകല കൃഷി ഓഫീസിലും ടൂർ അടിച്ച് കിടക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട് നന്നായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അതിന് പറ്റത്തില്ലെങ്കിൽ ഞാൻ VRS എടുത്തോളാം. സോമ, ഒരരിശത്തിന് കെട്ടിച്ചാടിയ 7 അരിശത്തിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. സാറേ, എൻ്റെ അച്ഛനായിട്ട് എടുത്ത് ലോൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ അടച്ചു തീർത്തു. ഇനി കുറച്ച് ലോകം നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ഒരു ജന്മ ഓരോരുത്തർ സർക്കാർ ജോലി കൊണ്ട് കിടന്ന് തലകുത്തി മറിയുമ്പോഴാണ്. സോമ, നീ എന്നാ പണിയാടാ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ടാ നീ ജോലി കളഞ്ഞ? കുറഞ്ഞത് ശാലിനിയോടെങ്കിലും നീ ഒരു വാക്ക് ചോദിച്ചോ? എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. നിന്റെ ഇഷ്ടം. അപ്പൊ ഇനി എൻ്റെ മോളും കൊച്ചുമോളും ഒക്കെ എങ്ങനെ ജീവിക്കൂന്നാ? എടാ, നിനക്കൊരു സർക്കാർ ജോലി ഉള്ളത് കൊണ്ടാ നിന്റെ വട്ട് സഹിച്ചിട്ട് എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെ. ഞാൻ VRS എടുത്തു എന്ന് കരുതി ഇവർക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഇവരേത് പോസ്റ്റിലാണോ ജീവിച്ചത് ആ പോസ്റ്റിൽ അവർ ഇനിയും ജീവിക്കും. പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കുന്നതാണല്ലോ പോഷൻ. മോളെ, ഈ ചെമ്പരത്തി പൂ എടുത്ത് നിന്റെ അച്ഛൻ്റെ ചെവിയിലോട്ട് വെച്ചു കൊടുക്കും. ഒരു ഉളുപ്പുമില്ല അവന്. ശാലിനി, ഒന്നും പറയണ്ട. സോമൻചേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് സമ്മതിച്ചു തരാൻ ഇനി എനിക്ക് പറ്റത്തില്ല. ഇനി ഞാനും കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാം. എന്ത്? അച്ഛൻ്റെ കാറ്ററിംഗ് ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ പോവാ. ചേട്ടൻ ഇനി മോളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലിരി. മാറിക്കേ. ആ, നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ വട്ടത്തിലിരുന്ന് നെല്ലിക്ക ജ്യൂസ് കുടിക്കാം. സോമൻ ചേട്ടനാണോ? അതെ. എന്നാ പറ്റിയടാ? അത് ചേട്ടൻ ഓഫീസിൽ നിന്ന് പോണെന്ന് അറിഞ്ഞപ്പോ വന്ന പേടിപ്പരി. നീ ചെന്നൊരു ചായ എടുക്ക്. വേണ്ട, ഈ മോദകൂട്ട് തിളപ്പിച്ച വെള്ളം മതി. വീട്ടിൽ പറഞ്ഞോ ചേട്ടാ? അവളുടെ അച്ഛൻ വന്ന് കുറേ ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങളെന്തേലും പറഞ്ഞോ? നമ്മളെന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നേ? അങ്ങേരെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് ശകലം കടന്നു പോയില്ലേ? ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ ചേട്ടൻ അതൊക്കെ ചെയ്യാറുന്നല്ലോ. ഞാൻ അവിടുന്ന് പോകുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ല ചന്തു. ഇനിയിപ്പോൾ എൻ്റെ ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ മൈസൂർ അന്യ സണ്ണിയുടെ എല്ലാം ഒച്ചപ്പാടിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബഹളങ്ങളല്ലേ ചേട്ടാ എനിക്കൊക്കെ ഒരു ആശ്വാസം. ചില ഭാരങ്ങളൊക്കെ തലേന്നിറക്കി വെക്കുന്നൊരു സുഖമാണ് ചന്തു. ആ അച്ഛാ,